ഇന്ന് സൂപ്പർനോവയുടെ ഒരു പാലട മിക്സ് കൊണ്ട് ഒരു പായസം ഉണ്ടാക്കിയാലോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പാലട മിക്സ് ഉണ്ട് സൂപ്പർനോവയുടെ. പിന്നെ 1 ലിറ്റർ പാല്, പിന്നെ 1/2 ലിറ്റർ വെള്ളം, പിന്നെ ആവശ്യത്തിന് നെയ്യ്, പിന്നെ 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഒരു 5 ഈത്തപ്പഴം ഞാൻ പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ നെയ്യിൽ വറവിടാനുള്ള അണ്ടിപ്പരിപ്പ്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. പാൻ ചൂടായിട്ടുണ്ട്, നമ്മൾക്കതിലേക്ക് പഞ്ചസാര ഇടാം. കാരമലൈസ് ചെയ്യാനാണ്. കളർ വന്നിട്ടുണ്ട്. ഒരു പായസത്തിനൊരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരമലൈസ് ചെയ്യണത്. പിന്നെ അതിന് 1/2 ലിറ്റർ വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് വലുതാക്കി വയ്ക്കുക. ഒപ്പം തന്നെ നമ്മൾ 1 ലിറ്റർ പാലും ഒഴിക്കുന്നുണ്ട്. നല്ല ഒന്ന് തിളയ്ക്കണം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ആ കളറ്, ഇങ്ങനെ ആയിട്ട് കളറ് നല്ലതിൽ കിട്ടും. പാൻ വെച്ചിട്ട് നമുക്ക് ക്യാരറ്റ് ഒന്ന് നല്ല നെയ്യിൽ വഴറ്റണം. നെയ്യ് ചൂടായി. ആദ്യം അണ്ടിപ്പരിപ്പ് ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. പായസത്തിലൊന്നൊരു കടിക്കാനാണ്. നമുക്ക് വാങ്ങാം, ഇടാം. ഇളക്കിയിട്ട് നല്ല വഴണ്ട് വരണം. നല്ലൊരു ഒന്ന് കടിക്കാനാണ്. വേവും വേണം കുറച്ച്. പാല് നല്ല തിളച്ചു. ഇനി നമുക്ക് സൂപ്പർനോവയുടെ പാലട മിക്സ് ചേർക്കാം. ഇതിലെല്ലാതും ഉണ്ട്. അണ്ടിപ്പരിപ്പുണ്ട്, എല്ലാം പഞ്ചസാര, പാലട എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ്. നമുക്കിത് ചേർക്കാം. ഇനി നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ല കൈവിടാതെ ഇളക്കണം. ഏകദേശം വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ വഴറ്റി വെച്ച ക്യാരറ്റ് ഇടാം. പാലിൽ സോക്ക് ചെയ്ത ഈത്തപ്പഴം. വളരെ ടേസ്റ്റുള്ളൊരു സൂപ്പർനോവയുടെ പാലട പ്രഥമനാണ്. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിഞ്ഞത് സെർവ് ചെയ്യാം. സൂപ്പർനോവയുടെ പാലട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാം. 1 ലിറ്റർ പാലുണ്ട്. ബാക്കിയെല്ലാം ഈ പാലട മിക്സിൽ അവർ ചേർത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. നമുക്ക് അതിലിപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ടു, ഈത്തപ്പഴം കൂടിയിട്ട് ഇട്ടിട്ടുണ്ട്. എന്താ പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു പായസമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ഓണം നമുക്ക് സൂപ്പർനോവയുടെ ഒപ്പം